എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം തന്നിരിക്കുക. ഓരോ പ്രഭാതവും നമുക്ക് പ്രതീക്ഷയുടേതും പ്രത്യാശയുടേതുമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള തോന്നലാണ് നമ്മെ മുൻപിലേക്ക് നയിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ നാളുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് നമ്മളെ ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു ക്രിസ്തു ഭക്തൻ്റെ പ്രത്യാശയെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവിനോടുകൂടെ യുഗായുഗം വാഴാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിറയപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാ ദിവസവും നൽകുന്ന ആശ്വാസത്തിൻ്റെ വാക്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവിക വാക്തത്വം എന്താണെന്ന് ചോദിച്ചാൽ, യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്ന വേദഭാഗമാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 5 വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാ പ്രഭാതത്തിലും ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു സന്ദേശം ഇതാണ്: ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട, പേടിച്ചു പോകേണ്ട, നിങ്ങളോടൊപ്പം കർത്താവുണ്ട്. ഈ ഒരു വാക്തത്വമാണ് ദൈവം എല്ലാ പ്രഭാതത്തിലും നിങ്ങൾക്ക് നൽകുന്നത്, എനിക്ക് തരുന്നത്. ഇത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, ഇത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ധൈര്യം വരിക. ഈ കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി, ഇന്നത്തെ തലമുറയിൽ പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഭയമാണ്. ഭയം, ഫിയർ. അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഭയമാണ് പലരെയും കീഴടക്കിയിരിക്കുന്നത്. ഭയത്തിനടിമകളായി കഴിഞ്ഞാൽ പിന്നെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ചില ആളുകൾ ഭയപ്പെടുന്നത് നാളെ പരാജയപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും. പരാജയത്തെ പേടിക്കുന്ന, പരാജയത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യത്തിലും പുതിയതായി ചുവട് വയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ എന്തു ചെയ്യും എന്നൊരു ചിന്ത. പരാജയപ്പെട്ടു പോയാൽ പോകട്ടെ, കാരണം പരാജയങ്ങളില്ലാതെ ജീവിതത്തിൽ വിജയമില്ലല്ലോ. എത്രയോ പരാജയങ്ങൾ കൂടെയാണ് നാം ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പം ഭയപ്പെട്ട് പുറകോട്ട് പോകേണ്ട, ധൈര്യത്തോടെ പറയണം, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നിശ്ചയമായിട്ടും എനിക്കിത് സാധിക്കും. കർത്താവുമായിട്ടുള്ള സ്നേഹം നമ്മുടെ ഭയത്തെ മറികടക്കാനായിട്ട് നമ്മളെ സഹായിക്കണം. ചില ആളുകളെ സംബന്ധിച്ചുള്ള ഭയമെന്ന് പറയുന്നത് രോഗിയാണെന്നുള്ള ചിന്തയോ ഭയവുമാണ്. ചെറിയ കൈവേദനയോ നെഞ്ചുവേദനയോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ബ്രെയിൻ ട്യൂമറാണെന്നും ഹാർട്ടിന് പ്രശ്നമാണെന്നും ഒക്കെ ചിന്തിച്ച് ഭയപ്പെട്ട് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് അത് ഭയം ഉണ്ടാക്കിയിട്ട് വലിയ വലുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ ഭാരമായി മാറാറുണ്ട്. അങ്ങനെയുള്ള പല ആളുകളെയും ഞാൻ കാണാറുണ്ട്. നിശ്ചയമായിട്ടും ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും രോഗവും ഒക്കെ ഉണ്ടെങ്കിലും അകാരണമായി ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. ചില ആളുകൾ പറയും എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ധരിച്ച് നിരാശപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരോടും ദൈവത്തിന് പറയാനുള്ളത് ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വചനമാണ്. നിങ്ങൾ പേടിച്ചു പോകേണ്ട, നാളെ നിങ്ങൾ രോഗിയാകുമെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു അമ്മച്ചിയെ കണ്ടു. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കണം. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നത്. ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി, അമ്മച്ചിയുടെ പ്രശ്നം? എന്നോട് പറഞ്ഞു, മോനെ ഭയങ്കര തലവേദനയാണ്, വിട്ടുമാറാത്ത തലവേദനയാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഡോക്ടർമാരെ വല്ലതും കണ്ടോ, ആശുപത്രിയിൽ പോയോ? അമ്മച്ചി പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ ഡോക്ടർമാരെ ഒന്നും കണ്ടില്ല, മോനങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓർത്ത് ഈ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന്. പക്ഷേ അതായിരുന്നില്ല കാര്യം. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി ഡോക്ടർമാരെ കാണാഞ്ഞത്, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അമ്മച്ചി പറഞ്ഞത്, ഡോക്ടർമാരെ കണ്ടാൽ വല്ല ബ്രെയിൻ ട്യൂമറുമാണെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയത്തില്ല. പല ആളുകളുടെയും ചിന്ത തലവേദന വന്നാൽ അത് ബ്രെയിൻ ട്യൂമറാണെന്നാണ്. അങ്ങനെയുള്ള ഭയം കൊണ്ട് ആശുപത്രി പോലും പോകാത്ത ആളുകൾ ഇന്നും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. നിങ്ങളെ പിടിച്ചിരിക്കുന്ന ഭയം എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റു ചില ആളുകൾക്കുള്ള ഭയം മരണപ്പെട്ടാലോ എന്നുള്ള ഭയമാണ്. ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. ചിലരുടെയൊക്കെ പ്രാർത്ഥനകളും ഭയത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഓരോ സംഭവങ്ങളെ കോർത്തിണക്കി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ഭയത്തിൻ്റെ വാക്കുകളാണ് അതിലെല്ലാം നേടിക്കുന്നത്. കർത്താവെ, വാഹന അപകടത്തിൽ ഒത്തിരി ആളുകൾ മരണമടയുന്നു, എൻ്റെ കുഞ്ഞും വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, കർത്താവെ അവനെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പം അറിയാതെ അതിനകത്തൊരു ഭയത്തിൻ്റെ നിഴൽ അടിച്ചിട്ടുണ്ട്. അത് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളും നമ്മുടെ ഭാര്യ ഭർത്താവ് എല്ലാം വാഹനത്തിൽ യാത്ര ചെയ്യുക, അവരെല്ലാം ദൈവിക സംരക്ഷണത്തിലാണെന്നുള്ള ഉറപ്പ്, ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. അകാരണമായി ഭയപ്പെടേണ്ട കാര്യമില്ല. അപകടം വരുമെന്നും പേടിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സ്കൂട്ടറിൽ പോകണ്ട, ബൈക്കിൽ പോകണ്ട, ബസ്സിൽ കയറണ്ട എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് വിമാനമാർഗത്തിൽ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നവർ.
വിമാനം മറിഞ്ഞ് താഴെ പോയാൽ എന്ത് ചെയ്യും? ചിലർ പറയും ഈ റോഡിലൊക്കെ ആണെങ്കിൽ എങ്ങനെയും പിടിച്ച് നിൽക്കുക, ആകാശത്ത് വെച്ച് വിമാനത്തിൽ വല്ലതും സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ആശങ്കപ്പെടുന്ന ആളുകളും ഇല്ലാതില്ല. അങ്ങനെ പല ആളുകളെ ഞാൻ കണ്ടു. ചിലർ പറഞ്ഞു വിമാനത്തിലൊക്കെ കയറാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഭയമാണ്, പേടിയാണ്. അപ്പോൾ അകാരണമായിട്ട് ഇങ്ങനെയുള്ള ഭയങ്ങളെ ഒഴിവാക്കാൻ കഴിയണം. കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഭയത്തെ ഒഴിവാക്കാനായിട്ട് കാരണമായി തീരും. അപ്പം നമ്മുടെ ഉള്ളിൽ എന്ത് ഭയമാണുള്ളത്? സാധാരണയായിട്ട് സയൻറ്റിഫിക്കലി ഫോബിയ എന്നാണ് പറയുന്നത്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഭയങ്ങളാണ്. ഒത്തിരി തരത്തിലുള്ള ഭയങ്ങളുണ്ട്. ചിലർക്ക് മഴയെ പേടിയാണ്, ചിലർക്ക് ഇടിയും മിന്നലും പേടിയാണ്, ഇനിയും വേറെ ചില ആൾക്ക് ചെറിയ പാറ്റയും പാമ്പിനെയും ആയിരിക്കും പേടി. കാണത്തിലെ ആളുകൾ പാറ്റയെ പേടിച്ചോടുന്നത്, പാറ്റയെ കണ്ട് ഭയന്ന് ഓടുന്നവരുണ്ട്. ഈ പാറ്റയൊന്നും ആരെയും കടിക്കത്തില്ല, കടിച്ചോട്ട് ചത്തുപോകത്തൊന്നുമില്ല, വിഷം പോലും ഇല്ല, പക്ഷേ അതിനെ പേടിയാണ്. അപ്പോൾ അങ്ങനെ അകാരണമായി വെളിയിൽ നിന്ന് വിദേശത്തു നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ കാണത്തില്ലേ ഭയന്ന് ഓടുന്നത്. പാമ്പിനെ പേടിക്കുന്നത് നല്ല തന്നെയാണ്, എന്നാൽ അകാരണമായിട്ട് പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. കാരണം ഒരു പാമ്പ് നിങ്ങളുടെ പുറകെ നിങ്ങളെ ഓടിച്ചിട്ട് കൊത്താനായി വരികയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അകാരണമായിട്ടുള്ള ഭയങ്ങളെ കണ്ടറിഞ്ഞിട്ട് നമ്മളെല്ലാ സമയത്തും പറയണം, നീ പേടിക്കേണ്ട കാര്യമില്ല, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ഭയത്തിൽ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു പട്ടി കടിക്കാനായി ചീറിയെടുക്കുമ്പം, കുരച്ചുകൊണ്ട് വരുമ്പം പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന് ഭയമുണ്ടെങ്കിലും അവന് തെല്ലും ധൈര്യമുണ്ട്. കാരണം അവൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ അവൻ സുരക്ഷിതനാണെന്നുള്ള ബോധ്യം. പട്ടി കടിക്കാൻ വരുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിലും ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഒരു തിരിച്ചറിവ്, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ്. ഈ ഒരു ബോധ്യമാണ് പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുമെന്ന് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ പേടിക്കുന്നില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ഭയത്തിൻ്റെ ആത്മാവ് പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വരട്ടെ. അതുകൊണ്ടാണ് ഈ യെശയ്യാപ്രവചനം 43 ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനായ യെശയ്യാവിൽ മൂലം യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് ഗ്രഹത്തോട് പറയുന്നു, നീ പേടിച്ചു പോകേണ്ട, തീയിൽ കൂടെ നടന്നാൽ നീ പേടിക്കണ്ട, അഗ്നിയിൽ കൂടെ പോയാൽ നീ പേടിക്കണ്ട. ആ ഒരു ഭയമില്ലാത്തത് കൊണ്ടാണ് ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും പിന്മാറാഞ്ഞത്. ആ ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് ചന്ദ്രക്കും മേശക്കും അഭേന്ദ്രഹോമും തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പം ഭയപ്പെടാതിരുന്നത്. കാരണം തീയിൽ കൂടി കടന്നാലും ദൈവിക സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. പണ്ടൊക്കെ ആണെങ്കിൽ 91 സങ്കീർത്തനം പ്രായമുള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. പനിയുള്ളപ്പോഴും അസുഖമുള്ളപ്പോഴൊക്കെ ഈ വേദഭാഗങ്ങൾ വായിക്കാൻ പറയുമായിരുന്നു. ഭയമുള്ളപ്പം വായിക്കാൻ പറയുമായിരുന്നു. കാരണം നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. തൻ്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ കൈകളിൽ വഹിക്കാൻ. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ വചനങ്ങൾ പഴയ സമയങ്ങളിലൊക്കെ ധൈര്യം പകരുന്ന, ഇന്നൊരു പക്ഷേ ആ ഒരു സിസ്റ്റം അല്പം മാറിയിട്ടുണ്ട്. 91 സങ്കീർത്തനം നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നതാണ്. സിംഹത്തിന്മേലും ആണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും, എങ്കിലും അതൊന്നും നിന്നോട് പറ്റുകയില്ല, അല്ലെങ്കിൽ ഈ അനർത്ഥങ്ങളൊന്നും നിനക്ക് ഭവിക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകുന്ന ഒരു വേദഭാഗമാണ് 91. അതുകൊണ്ട് തന്നെ ഭയം വരുമ്പോൾ, പേടി വരുമ്പോൾ പല ആളുകളും അത് പല ആവർത്തി വായിച്ച് ധൈര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ചെയ്യുന്നതിന് തെറ്റില്ല. നിശ്ചയമായിട്ടും അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും, അടുപ്പം വർദ്ധിക്കും, ധൈര്യം വർദ്ധിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് വർദ്ധിച്ചു വരും. അതിൽ നമുക്കൊരിക്കലും പിന്മാറേണ്ട കാര്യമില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതാണ് ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നത്, നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട. നിങ്ങൾ നേരിടുന്ന പ്രശ്നം വലുതാ, കടഭാരം വലുതാ, ജപ്തി നോട്ടീസ് വന്നു, പ്രശ്നങ്ങളാ, പേടിച്ചു പോകേണ്ട. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവമാണ് ഈ കാര്യങ്ങളും മീതെ നിയന്ത്രണ കർത്താവ്. കർത്താവ് ഈ കാര്യങ്ങളിൽ അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അപ്പം ഭയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുക. ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. കോവിഡ് സമയത്തൊക്കെ നമ്മൾ ആ ഭയത്തിൻ്റെയൊക്കെ മൂർധന്യ അവസ്ഥ കണ്ടായിരുന്നു. ആളുകളെല്ലാം ഭയവികലരായിപ്പോയി. എന്ത് സംഭവിക്കാം, എപ്പം വേണമെങ്കിലും മരിച്ചു പോകാം, എനിക്ക് കോവിഡ് വരുമോ, വീട്ടിലുള്ളവർ കോവിഡ് വരുമോ എന്നൊക്കെയുള്ള ഭയങ്ങൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് കടന്നു വന്നു. ആളുകൾ കൂടുതൽ സ്വാർത്ഥരായതായിട്ടാണ് നാം കോവിഡ് കാലത്ത് കണ്ടത്. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആളുകൾ വന്നു. ഇപ്പോൾ പല ആളുകളും രോഗികളായി തീരുമെന്നോ മരിക്കുമെന്നോ ഒക്കെയുള്ള ഭയമുണ്ട്. ഞാൻ എന്നാൽ കുറേ വർഷം മുമ്പ് ഒരു അപ്പച്ചനെ കുറിച്ച് ഞാൻ കേട്ടു. ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു. ഈ മനുഷ്യന് ഒറ്റ ഭയമേ ഉള്ളായിരുന്നു, മരിച്ചു കഴിഞ്ഞ് ആരെങ്കിലും തന്നെ കുഴിച്ചിട്ടില്ലെങ്കിലോ എന്നൊരു ഭയം. അതുകൊണ്ടല്ലേ പഴയ ആളുകളൊക്കെ അല്ലേ സെമിത്തേരിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇട്ടേക്കുന്നത്. രാവിലെ പോകുന്ന വഴിക്ക് സെമിത്തേരിയൊക്കെ ഒന്ന് എത്തി നോക്കിയിട്ടാണ് പോകുന്നത്, കിടക്കാനുള്ള സ്ഥലമല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ കോവിഡിന് ശേഷം ഈ സെമിത്തേരിയുടെ കോൺസെപ്റ്റൊക്കെ ഇച്ചിരി കുറഞ്ഞു. കാരണം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് അടയ്ക്കാൻ മതിയെന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ വല്യപ്പനെ സംബന്ധിച്ച് ആരെങ്കിലും അടക്കുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട്, ആരെങ്കിലും കുഴിച്ചിടുമോ എന്നൊരു ഭയമുള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു കുഴി വീടിൻ്റെ മുറ്റത്ത് തന്നെ തീർത്തെന്നാണ് കേട്ടത്. അതിനുശേഷം താൻ വീട്ടിലൊരു ശവപ്പെട്ടി വാങ്ങിച്ചു വെച്ചു, ആരെങ്കിലും തന്നെ അടക്കിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ട്. ഞാൻ പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ അകാരണമായി ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്താണ്? നിങ്ങൾ എന്ത് ചിന്തിച്ചാണ് ഭയപ്പെടുന്നത്? ഏത് കാര്യമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഏത് കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വ്യത്യസ്തമായ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റിന് മാറ്റം ഉണ്ടാക്കത്തക്ക രീതിയിൽ നിങ്ങളിലേക്ക് തള്ളിക്കയറുന്ന ചിന്തകൾ എന്താണ്?
അതിനെ തിരിച്ചറിയണം. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്നേഹിതർ അല്ലെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, അവർ നിങ്ങളെ പിരിയുമെന്നുള്ള ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെ വിവിധമായിട്ടുള്ള ചിന്തകൾ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ വാക്യം ഒന്ന് എടുത്തിട്ട് പറയണം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഗാഡ് ഈസ് വിത്ത് യു, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് ഇന്ന് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. പല സമയങ്ങളിൽ ഞാൻ നിരാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ അധൈര്യപ്പെടുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, നീ പേടിച്ചു പോകേണ്ട, കർത്താവ് നിൻ്റെ കൂടെയുണ്ടല്ലോ. കഴിഞ്ഞ നാളിലെല്ലാം ഈ കർത്താവല്ലേ നിന്നെ നടത്തിയത്, എന്തിനാണ് നിന്നെ ഭയപ്പെട്ടു പോകുന്നത്? അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പം, അലകളടിക്കുമ്പം, തിരമാലകൾ അടിക്കുമ്പം പേടിച്ചു പോകേണ്ട കാര്യമില്ല. അമരത്ത് കർത്തനുണ്ട്, അമരത്ത് കർത്താവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട. അപ്പം ഇന്നത്തെ ഈ വേദഭാഗം നിങ്ങൾക്കുള്ള ധൈര്യം ഇതാണ്, നിങ്ങളോട് കൂടെ കർത്താവുണ്ട് എന്നുള്ള ധൈര്യം. യേശു നിങ്ങളുടെ കരം പിടിക്കുന്നു എന്നുള്ള ധൈര്യം. ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുന്നു, കാറ്റും പ്രതിസന്ധികളും തിരമാലകളും ഒക്കെ ഉണ്ട്. എന്നാൽ കാറ്റേ ശാന്തമാകുക, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറയുന്ന ആ കർത്താവ് അവരോടൊപ്പം പടകിലുണ്ട്. നിങ്ങളോടൊപ്പം കർത്താവ് പടകിലുണ്ടെങ്കിൽ പേടിച്ചു പോകേണ്ട കാര്യമില്ല. അവൻ നിങ്ങളുടെ കരം പിടിക്കും, അവൻ നിങ്ങളെ കൈവിടുകയില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിലെ ഏറ്റവും ആഴമുള്ള, ഏറ്റവും ബലമുള്ള വാക്തത്വം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് തരുന്നൊരു വാക്തത്വമാണ്, ഐ വിൽ നെവർ ലിവ് യു നോട്ട് ഫോർസേക്ക് യു. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വചനം. എബ്രായ ലേഖനത്തിൽ ആ വേദഭാഗം കാണുന്നത്, ഗോഡ് വിൽ നെവർ ലീവ് അസ്. കർത്താവ് നമ്മളെ ഒരിക്കലും അനാഥരായിട്ട് വിട്ട് കളയത്തില്ല. ലോകത്തിലെല്ലാവരും മാറി എന്ന് പറഞ്ഞാലും നമ്മൾ അനാഥരായി തീരാൻ കർത്താവ് ഇടയാക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ ഒറ്റയ്ക്ക് അനാഥനെന്ന ലോകം മുദ്ര കുത്തുന്നെങ്കിലും നിങ്ങളെ അനാഥനായ ദൈവം കാണുന്നില്ല. അനാഥരുടെ കൂടെ ദൈവം നിൽക്കുന്നു. അനാഥർക്കും വിധവയ്ക്കും വേണ്ടി ന്യായം പാലിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ചേർന്നെന്ന് പറയുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ അനാഥനല്ല, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. കർത്താവിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അനാഥനല്ല. നിങ്ങൾ ഒരിക്കലും ആരുമില്ലാത്തൊരു വ്യക്തിയാണെന്ന് ചിത്രീകരിക്കപ്പെട്ട് ലോകം പറയുന്നെങ്കിലും നിങ്ങൾ വേണമില്ല, എൻ്റെ കൂടെ കർത്താവുണ്ട്, അതുകൊണ്ട് ഞാൻ സനാഥനാണ്, അനാഥനല്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ ചേർത്ത് നിർത്തുന്നത്, അവൻ എൻ്റെ കരം പിടിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുഖം ഒന്ന് പ്രസന്നമാകട്ടെ, നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകട്ടെ. ധൈര്യത്തോടെ പറ, എൻ്റെ നാളുകൾ ഇന്നലകളേക്കാൾ മനോഹരമാണ്. പേടികൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട, ഭയമെല്ലാം മാറ്റിയിട്ട് പറ, എൻ്റെ നാളുകൾ നാളെ ബെസ്റ്റാകാൻ പോകുക, അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ദൈവം എൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ തരും. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, എൻ്റെ തലമുറയുടെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ തരുമെന്ന് വിശ്വസിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉള്ളിലേക്ക് വിശ്വാസം നിറയും. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന പല വചനങ്ങളുണ്ടല്ലോ, അതിലെ ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രാവിലെ ഒന്നെത്തിയാൽ, ആ വചനം നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ, ആ പാട്ടൊന്ന് കേട്ടാൽ അത് മതിയാകും നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ധൈര്യത്തോടെ ഓടാൻ കഴിയുന്നത്. ചില വാക്തത്വങ്ങൾ നമ്മളെ ഒരു വർഷം മുഴുവൻ ഓടിക്കും, ചില വാക്തത്വങ്ങൾ നമ്മളെ ജീവിതാന്ത്യം മുഴുവൻ ഓടിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വാക്തത്വങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചു പറയണം, ഐ ബിലീവ് ഇൻ ഇറ്റ്, ഞാനിത് വിശ്വസിക്കുന്നു, ഇതെനിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചില വചനം ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ ഭയമോ നിങ്ങളുടെ നിരാശയോ, നിങ്ങൾ രോഗാവസ്ഥയിലോ ക്ഷീണിച്ച് കിടക്കുകയാണ്, രോഗശൈലിയിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ ചേർത്ത് നിർത്തുന്ന, നിങ്ങളുടെ ഭയത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, ധൈര്യം തരുന്ന, ഞാൻ നിന്റെ കൂടെയുണ്ട് മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട് മകളെ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ഇമ്പശബ്ദം നിങ്ങളുടെ കാതുകളൊന്ന് മുഴങ്ങട്ടെ. എവിടെയാണ് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നത്? പിശാചിനെ പേടിച്ചിരിക്കുന്നോ? പേടിക്കേണ്ട കാര്യമില്ല. പിശാചിൻ്റെ തലയെ തകർത്തൊരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. മരണത്തെ ഭയപ്പെട്ടിരിക്കുന്നോ? മരണത്തിന് മേൽ അധികാരമുള്ളൊരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. രോഗത്തെ ഭയപ്പെട്ടിരിക്കുന്നോ? രോഗിയെ സൗഖ്യമാക്കാൻ കഴിയുന്നൊരു യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അതുതന്നെയാണ് നാം പുതിയ നിയമങ്ങളിൽ കാണുന്നത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ കർത്താവിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അകാരണമായ ചില ഭയങ്ങൾ ഓടിയകലും. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ആശ്വാസം പകരും, നിങ്ങൾക്കൊരു ധൈര്യം ദൈവം പകരും. പറയും, എൻ്റെ കുഞ്ഞെ നീ പേടിക്കണ്ട, എൻ്റെ മോളെ നീ പേടിച്ചു പോകണ്ട, പരീക്ഷയെ ഓർത്ത് പേടിക്കണ്ട, വിദ്യാഭ്യാസം ഓർത്ത് പേടിക്കണ്ട, ജീവിതത്തിൽ നാളെ എന്തു വരുമെന്ന് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് ഹോൾഡിങ് യുവർ ഹാൻഡ്സ്. ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് വാ തുറന്ന് പറഞ്ഞാട്ട് കർത്താവിനോട് പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളോട് പറയുക, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. മറ്റാര് കൈവിട്ടാലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നു.